ഹലോ ഗൈസ്. അപ്പോൾ കോമണറായിട്ട് കയറി അല്ലെങ്കിൽ കോമണറായിട്ടാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എത്തിയത് എന്ന് അനീഷ് പറയുമ്പോൾ എന്തിനാണ് ഇത്ര കൂടുതൽ വിഷമം മറ്റുള്ളവർക്ക്? എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നത്? അയാൾ കോമണറായിട്ടല്ലേ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറി പോയിരിക്കുന്നത്, അല്ലാതെ അയാൾ ഒരു ആക്ടറായിട്ടോ ഇൻഫ്ലുവൻസറായിട്ടോ വല്ലതും ആണോ? അപ്പോൾ കോമണർ എന്നുള്ളൊരു തസ്തികയിലാണ് ബിഗ് ബോസ് അയാളെ ഹൗസിനുള്ളിലേക്ക് കയറ്റിവിട്ടത്. അത് മാത്രമേ അയാൾ പറയുന്നുള്ളൂ. അല്ലാണ്ട് ഹൗസിനുള്ളിൽ പോയി ഇനി അയാൾ സെലിബ്രിറ്റി ആയോ അയാൾ വലിയ സംഭവമായോ എന്നുള്ളത് അത് പിന്നീടുള്ള കാര്യമല്ലേ. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഒരു ഹൗസിനുള്ളിലേക്ക് നമ്മൾ ബിഗ് ബോസിൻ്റെ റിയാലിറ്റി ഷോയിലേക്ക് പോകുമ്പോൾ ഏത് കാറ്റഗറിയാണോ അയാൾ പോയത്, ആ വ്യക്തി പോകുന്നത്, ആ വ്യക്തി അത് ആണായാലും പെണ്ണായാലും അവർ ആ കാറ്റഗറിയിലല്ലേ അറിയപ്പെടുന്നത്. അയാൾ കോമണർ എന്നുള്ള സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്നും അല്ലെങ്കിൽ സാധാരണക്കാരായ ആൾക്കാരുടെ ഇടയിൽ നിന്നും പോയ ഒരാൾ, അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ആവാം, അല്ലെങ്കിൽ കൃഷിക്കാരനാവാം, അല്ലെങ്കിൽ എഴുത്തുകാരനാവാം, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബിസിനസ്സുകാരനാവാം, അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാരനാവാം, ഒരു വീട്ടമ്മയാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തോ ആയിക്കോട്ടെ. പക്ഷേ ആ ഒരു തസ്തികയ്ക്കാണ് കോമണർ എന്ന പേര് പറയുന്നത്. പിന്നെ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കിടന്ന് പല ആൾക്കാരും അങ്ങ് മെഴുകുന്നു, കരയുന്നു, വെപ്രാളപ്പെടുന്നു. അനീഷ് എങ്ങനെയാണ് കോമണർ ആവുന്നത്? അനീഷ് സെലിബ്രിറ്റി അല്ലേ? അനീഷിനല്ലേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ളത്? അനീഷല്ല ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഈ 65-66 ദിവസമായപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അനീഷ് കോമണർ ആവുന്നത്? ഇത്രയും ബുദ്ധിയില്ലാത്ത ആൾക്കാരാണോ എൻ്റെ ദൈവമേ 5 ലക്ഷവും 6 ലക്ഷവും ഒക്കെ സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബർമാർ? എനിക്ക് അതിശയം തോന്നുന്നു കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ 2019 തൊട്ട് യൂട്യൂബ് ചാനലിലുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്ന് അടിച്ചു പോയതാണ്. അപ്പോൾ ഇത് തന്നെ ബിഗ് ബോസിൻ്റെ കുറച്ച് കണ്ടൻറ്റുകൾ 30 സെക്കൻഡിൻ്റെയൊക്കെ ഞാൻ ഈ ലൈവിൻ്റെ എടുത്തിട്ടത് കൊണ്ട് എനിക്ക് സ്ട്രൈക്ക് വന്നു. പിന്നെ ഞാൻ അപ്പീലൊന്നും കൊടുക്കാൻ പോയില്ല. അപ്പോൾ നമ്മളും 2019, 2018, 19 തൊട്ട് യൂട്യൂബ് ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഇവരെയൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അതിശയം തോന്നും. അങ്ങ് മെഴുകുവാണ്. അയാളിപ്പോൾ സെലിബ്രിറ്റി അല്ലേ? പല പല യൂട്യൂബേഴ്സും പറയുന്നതാണ് അയാളിപ്പം അനീഷ് ഇപ്പോൾ സെലിബ്രിറ്റി അല്ലേ, പിന്നെ എങ്ങനെയാണ് അയാൾ കോമണർ ആവുന്നതെന്ന്. ഇത്രയും ബോധമില്ലേ ദൈവമേ? അല്ല, ഞാൻ അറിയാൻ ചോദിക്കുക. അദ്ദേഹം കോമണറായിട്ടാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറിപ്പോയത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതുപോലെ അയാളെ പോലെ കോമണറായിട്ടുള്ള ഏത് വിഭാഗത്തിൽ നിന്നും, വീട്ടമ്മമാരിൽ നിന്നെടുക്കാം, അതുപോലെ തന്നെ വല്ല കൃഷിക്കാരിൽ നിന്നെടുക്കാം, എഴുത്തുകാരിൽ നിന്നെടുക്കാം, ഏതെങ്കിലും പ്രൊഫഷണൽ എന്നെപ്പോലെ അഡ്വക്കേറ്റ്സിൽ നിന്നെടുക്കാം, ഡോക്ടേഴ്സിൽ നിന്നെടുക്കാം. ഇവരെല്ലാം കോമണർ തസ്തികകളാണ്. കാരണം നമ്മളെയൊന്നും അറിയപ്പെടുന്ന ആൾക്കാരല്ല. അറിയപ്പെടുന്ന സെലിബ്രിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫേസ് 10 പേര് അറിയും. നമ്മളെ കാണുമ്പോൾ, നമ്മൾ എവിടെയെങ്കിലും ചെന്ന് നിൽക്കുമ്പോൾ അത് ഇന്ന ആളല്ലേ. അപ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആണ്. ഇതേപോലുള്ള റിയാലിറ്റി ഷോകൾ, കോമഡി സ്റ്റാർ പോലുള്ള കോമഡി സ്റ്റാറുകളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വലിയ വലിയ TV ഷോകളിൽ, അതുപോലെ തന്നെ ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കുക, ഏതെങ്കിലും സീരിയലിൽ അഭിനയിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അവർ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വരുന്നത്. അവർ ആക്ടേഴ്സ്. പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ കൂടെയും അതുപോലെ ഇൻസ്റ്റയിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ഒക്കെ ആൾക്കാർക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സിനെ നേടിത്തരുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നെഗറ്റീവ് പബ്ലിസിറ്റി, നെഗറ്റീവ് ഓർ പോസിറ്റീവ് പബ്ലിസിറ്റി കൂടെ ആൾക്കാർക്ക്, ജനങ്ങൾക്ക് അറിയുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയാണ് ഇൻഫ്ലുവൻസേഴ്സ് തസ്തികയിൽ വരുന്നത്. ഇപ്പം നമ്മുടെ രേണുസുതി പോയത് ഇൻഫ്ലുവൻസർ എന്നുള്ളൊരവസ്ഥയിലാണ്. അതുപോലെ തന്നെ അങ്ങനെ പല ആൾക്കാരും ഇൻഫ്ലുവൻസറിൽ നിന്ന് പോയാണ്. അപ്പോൾ അവരൊക്കെ സെലിബ്രിറ്റി ആളാണ്, അല്ലാണ്ട് കോമണർ എന്നുള്ളൊരു തസ്തികയില്ല. കോമണർ എന്നുള്ള തസ്തികയിൽ മൈജി ഈ പ്രാവശ്യം ഒരേ ഒരാളിനെ വിറ്റിട്ടുള്ളൂ. അയാളാണ് കോമണർ അനീഷ്. ആ അനീഷാണ് ഏറ്റവും കൂടുതൽ വോട്ടോടുകൂടി, ഏറ്റവും കൂടുതൽ പ്രേക്ഷക പ്രീതിയോടുകൂടി, അല്ലെങ്കിൽ പ്രേക്ഷക ശ്രദ്ധയോടുകൂടി ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ നിൽക്കുന്ന കോമണർ അനീഷ് TP. അല്ലാണ്ട് അയാൾ ഒരു സെലിബ്രിറ്റിയാണ്, അയാൾ സെലിബ്രിറ്റി ആകുമ്പോൾ അയാൾ എങ്ങനെയാണ് ഇനി കോമണർ എന്ന് വിളിക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നതൊക്കെ എന്തോ ഒരു ചൈൽഡിഷ്, ചൈൽഡിഷ് ആർഗ്യുമെൻറ്റ്സ് ആണെന്ന് ഞാൻ ആലോചിക്കുകയാണ്. എന്തോ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ആണത്. അയാൾ പോയി കഴിഞ്ഞാൽ അയാൾ അതിനകത്ത് നിൽക്കുക 65-66 ദിവസമായിട്ട് അയാൾ അതിനകത്ത് നിൽക്കുന്ന, അയാളിനി പുറത്തിറങ്ങി വരുമ്പോഴല്ലേ 10 പേരുടെ മുന്നിലേക്ക് ഇറങ്ങുമ്പോഴോ, അല്ലെങ്കിൽ അയാൾ വെളിച്ചത്തിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴല്ലേ അയാൾക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാവുക. അതുവരെ അയാൾ സെലിബ്രിറ്റി ആണെന്ന് അയാൾക്കറിയുമോ? നമ്മൾക്കറിയുന്നുണ്ടെങ്കിൽ നമ്മളിനി അയാൾ വരുമ്പോൾ അയാളെ ഇവിടെയുള്ള ജനങ്ങളല്ല, അയാളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചെന്ന് അനീഷോ യു ആർ വെൽ ഡൺ, അല്ലെങ്കിൽ യു ആർ ഡൂയിങ് വെൽ എന്നൊക്കെ പറഞ്ഞ് നമ്മളയാളെ അപ്രീഷിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിച്ച് അയാൾക്കൊരു പൂമാലയൊക്കെ ഇട്ട് കൊടുത്ത്, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അയാൾ ഉദ്ഘാടനത്തിന് വിളിച്ച്, ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അയാൾ സെലിബ്രിറ്റി ആവുന്നത്.
അല്ലാതെ അയാൾ ഇപ്പോൾ എങ്ങനെയാണ് സെലിബ്രിറ്റി ആവുക? അയാൾ സെലിബ്രിറ്റി ആയിക്കോട്ടല്ലോ, പുറത്തിറങ്ങുമ്പോൾ സെലിബ്രിറ്റി ആവുകയും അയാൾ സെലിബ്രിറ്റി അല്ലാതിരിക്കാതെ. പക്ഷേ ഈ പറയുന്നതിനൊരു ന്യായം വേണ്ടി നമുക്ക്. ഓരോ ആൾക്കാരും മെഴുകുന്ന കാണുമ്പോൾ എനിക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ആ മെഴുകലോട് മെഴുകൽ. അയാൾ അകത്ത് നിൽക്കുമ്പോൾ സെലിബ്രിറ്റി അല്ലേ, അയാൾ ഇപ്പോൾ സെലിബ്രിറ്റി അല്ലേ, അയാൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള ആളല്ലേ, അയാളല്ലേ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. എന്തിനടേ അണ്ണന്മാരെ, എന്തിനടേ നിങ്ങളിങ്ങനെ, ഇതെന്തരടേ പറയുന്നത്? നിങ്ങൾ കോമണറായിട്ട് കയറിപ്പോയൊരു വ്യക്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. അയാൾ കോമണറായിട്ടല്ലേ കയറിപ്പോയി. ഒരേ ഒരാളേ ഉള്ളൂ കോമണർ തസ്തികയിൽ പോയിരിക്കുന്നത്. അത് ആ ഹൗസിനുള്ള ആൾക്കാരും ചോദിക്കുന്നു, ഞങ്ങളാരും, ലക്ഷ്മി പറയുന്നു, ഞങ്ങളും ഒന്നും അറിയപ്പെടാത്ത ആൾക്കാരാണ്. അല്ലേ, ലക്ഷ്മി കോമണറായിട്ടാണോ കയറിയത്? ലക്ഷ്മി ഇൻഫ്ലുവൻസറായിട്ടാണ് കയറിയത്. ആക്ടറായിട്ട് ഒരു മൂവിയിലേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് ലക്ഷ്മി കയറിപ്പോയത്? ആര് പറഞ്ഞിട്ടേ? ആരെങ്കിലും സ്വാധീനം ചെലുത്തിയിട്ടാണോ ലക്ഷ്മി വെറുതെ കയറിപ്പോയതാണോ? ഏത് തസ്തികയിലാണ് ലക്ഷ്മി കയറിപ്പോയത്? അതിപ്പോൾ അറിയാനല്ല, ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് അറിയാനുള്ള അവകാശമുണ്ടല്ലോ. അങ്ങനെ ഓരോ ആൾക്കാരും ഇന്ന കാര്യങ്ങളിലാണ് കയറി പോകുന്നതെന്നുള്ള ലാലേട്ടൻ പറഞ്ഞിട്ടാണ് അവരെ അകത്തേക്ക് കയറ്റി വിടുന്നത്. മനസ്സിലായില്ല? അല്ലാണ്ട് വെറുതെ അല്ല കോമണറായിട്ട് വരുന്ന അനീഷ് എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറി വിട്ടത്. അതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞത് അയാൾ കോമണറാണ്. ഒന്നാമതായിട്ട് അയാളാണ് കയറിപ്പോയത്. അയാൾ ഒന്നാമതായിട്ട് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, അയാൾക്ക് കഴിവുണ്ടെങ്കിൽ അദ്ദേഹം ഇതുവരെ കളിച്ച കളിയിൽ അദ്ദേഹം വളരെ വളരെ സത്യസന്ധനായിട്ട്, വളരെ മാന്യമായിട്ട്, ആരെയും പരദൂഷണം പറയാതെ അയാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ പ്ലേ ആയിട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇതുവരെയും അയാൾ തന്നെയാണ് മുൻപന്തിയിൽ. ഇതുപോലെ കളിച്ചാൽ അയാൾ തന്നെയാണ് കപ്പ് വാങ്ങിക്കാൻ പോവുക തന്നെ. ഓക്കെ, അപ്പോൾ എന്തായാലും കുറേ ആൾക്കാർ വീണ്ടും മെഴുകലും അയാൾ ഇപ്പോൾ സെലിബ്രിറ്റി അല്ലേ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അയാൾ ഇപ്പോൾ സെലിബ്രിറ്റി ആയാലും അയാൾ തിരിച്ചിറങ്ങി വരുമ്പോൾ സെലിബ്രിറ്റി ആയാലും വളരെ നല്ലതാണ്. അത് അയാളുടെ ഭാഗ്യം, അയാൾക്ക് നന്മ വരട്ടെ. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിനെ പോലെ കോമണറായിട്ട് കയറിപ്പോയ കുറച്ച് ആൾക്കാർ, അയാളിപ്പോൾ കൃഷിക്കാരൻ, എഴുത്തുകാരൻ എന്നുള്ള രീതിയിലായിരിക്കും അയാളുടെ പ്രൊഫൈലിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ പല തസ്തികയിലുള്ള ആൾക്കാരുണ്ട്. അവരൊന്നും സെലിബ്രിറ്റികളല്ല, അവർ കോമണർ. കാരണം പല ജോലികൾ, എല്ലാ മനുഷ്യരും ഓരോ ജോലികൾ ചെയ്യുന്നവരാണല്ലോ, നമുക്കെല്ലാം ജീവിക്കണമല്ലോ. നമ്മളൊക്കെ ഓരോ ജോലികൾ ചെയ്യുന്നതാണ്. സെലിബ്രിറ്റിയിലുള്ളത് എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുക, 10 പേര് ഫേസ് കണ്ടാൽ തിരിച്ചറിയുന്ന ആൾക്കാരും. അവർ ഇനാഗുറേഷന് പോവും, അവരെ സോഷ്യൽ മീഡിയയിൽ അവർ ചിലപ്പോൾ വളരെ ഫെയിം ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇൻഫ്ലുവൻസേഴ്സ്. അല്ലാത്തവരൊക്കെ കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്, കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് അല്ലാത്തൊരു സെലിബ്രിറ്റിയിൽ മോഡ്. അപ്പം ചോദിക്കുന്ന 2 തരത്തിലാണ് ആൾക്കാർ. ഇന്ത്യൻ നിയമം അനുസരിച്ച് എല്ലാവരും ഒന്നല്ലേ? ഇത് എന്തോന്നല്ലേ ബാലിശമായിട്ട് ചോദിക്കാതെ. നിങ്ങളൊക്കെ വിദ്യാഭ്യാസം വിവരമുള്ള ആൾക്കാരെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇന്ത്യൻ നിയമമാണ് ബിഗ് ബോസിൻ്റെ റിയാലിറ്റി ഷോ. ഇന്ത്യൻ അതുമായിട്ട് എന്തോ ബന്ധം? ഒരു റിയാലിറ്റി ഷോയിൽ അവർ പല തരത്തിലുള്ള ആൾക്കാർ, സമൂഹത്തിൻ്റെ പല തരത്തിലുള്ള ആൾക്കാരുടെ പരിച്ഛേദനമാണ്. അതിനകത്ത് ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ട്. അവർ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലല്ലേ പോയിരിക്കുന്നത്. അവർക്ക് സമൂഹത്തിൽ ആൾക്കാർ ഇതുപോലെ